ശബരിമല ശ്രീകോവിലെ സ്വർണം ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചതിനെ താങ്കൾ നാഷണൽ ഹെറാൾഡ് കേസുമായിട്ടാണോ CPM താരതമ്യം ചെയ്യുന്നത്? സ്പെഷ്യൽ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റി. നിഷയുടെ ഫ്ലോർ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇടത് സർക്കാരിന് വേണ്ടത്, കേരളം ഭരിക്കുന്ന സർക്കാരിന് വേണ്ടത് അയ്യപ്പ ഭക്തരെയല്ല, അയ്യപ്പന്റെ സ്വർണമാണ്. ആ സ്വർണത്തിന് മാത്രമാണ് ഇവരുടെ കണ്ണുന്നേ. ശ്രീ ശ്യാംരാജ്, എല്ലാം കലങ്ങിത്തെളിയും എന്ന് പത്മകുമാർ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കലങ്ങിത്തെളിഞ്ഞു എന്ന് കരുതാമോ? ഈ കേസ് ഉണ്ടായ തുടക്കം മുതൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ചെമ്പാണ് എന്നാണ്. മാധ്യമങ്ങളോട് വല്ലാതെ തർക്കിച്ചും കയർത്തുമൊക്കെ അദ്ദേഹം പറഞ്ഞത് ചെമ്പാണ് എന്ന്. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കൃത്യമായിട്ടുള്ള തെളിവുണ്ടായിട്ടും ലോകത്തിന് മുഴുവൻ അത് സ്വർണ്ണമായിരുന്നു എന്ന് അറിയാമായിരുന്നിട്ടും അത് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് എഴുതിയ വാസുവിനെ കള്ളനെന്ന് തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് പാലെന്നോ പഴമെന്നോ തേനെന്നോ പഞ്ചസാരയെന്നൊക്കെ വിളിക്കാം, നിങ്ങൾ വിളിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള പെരുങ്കള്ളന്മാരെ, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് കട്ട കള്ളന്മാരെ നിങ്ങൾ ഇങ്ങനെ സാറിന്ന് വിളിച്ചോ. പോയി ചത്തുടടാ. നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് പാലാണെന്ന് പറഞ്ഞോ. ഞങ്ങൾക്ക് അതിൽ ഒരു വിഷമവുമില്ല. ഞങ്ങൾ പറഞ്ഞതും കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നതും ഇവരെല്ലാം കള്ളന്മാരാണെന്ന് തന്നെയാണ്. പിന്നെ ശ്രീ അമിത്ഷാജി ജയിലിൽ കിടന്ന കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കേസ് പോലും ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. നിലവിൽ പാരമ്പര്യമുള്ള പത്മകുമാറിന് മാത്രമൊന്നുമല്ല, ശബരിമലയിലെ പാരമ്പര്യമുള്ള പത്മകുമാറിന് മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള നമ്മളെ പോലുള്ള ആൾക്കാരുണ്ട്. നമ്മളാരും അയ്യപ്പന്റെ സ്വർണം കാക്കാൻ വേണ്ടി പോയിട്ടില്ലാന്ന്. ഇത് തെളിവുകൾ പകൽ പോലെ വ്യക്തമല്ലേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? നോക്കൂ, അതാണ് ഞാൻ തുടക്കത്തിലോട്ട് പറയുന്നത്. ശബരിമലയിൽ ഇവർ ആദ്യം പറഞ്ഞിരുന്നത് സ്വർണം പൂശിയിട്ട് പോലുമില്ല എന്ന് പറയുന്നു. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ്. ഈ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ, ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത്. അതിലെന്താ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഇനി കൊണ്ടുപോയപ്പോഴും തിരിച്ചു വന്നപ്പോഴുമുള്ള തൂക്കത്തിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം അവിടുത്തെ ആഭരണ കമ്മീഷണർ പറഞ്ഞിട്ടും അതിലൊരു നടപടി പോലും എടുക്കാതിരുന്ന പത്മകുമാർ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് പറഞ്ഞ പത്മകുമാർ അയാളെ പിന്നെ കള്ളന്നല്ല വേറെ എന്താ വിളിക്കുന്നത്? ഇതൊക്കെ സാമാന്യ ബുദ്ധി, സാമാന്യ ചിന്ത എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളില്ലേ? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമല്ല ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഒരു വശത്ത് മാസങ്ങളോളം വർഷങ്ങളോളമുള്ള പ്ലാനിങ്ങോട് കൂടി ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത CPM-ന്റെ നേതാക്കന്മാർ, വാസുവിനെ പോലെ പത്മകുമാറിനെ പോലെയുള്ളത്. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? മറുവശത്ത് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പോലെ ഇന്നലെ ഈ നിമിഷം വരെ അവിടെ ശബരിമലയിൽ ക്യൂ നിൽക്കുന്ന സാധാരണപ്പെട്ട പാവപ്പെട്ട അയ്യപ്പ ഭക്തര്. ഇടത് സർക്കാരിന് വേണ്ടത്, കേരളം ഭരിക്കുന്ന സർക്കാരിന് വേണ്ടത് അയ്യപ്പ ഭക്തരെയല്ല, അയ്യപ്പന്റെ സ്വർണമാണ്. ആ സ്വർണത്തിന് മാത്രമാണ് ഇവരുടെ കണ്ണുന്നേ. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. എന്റെ ചോദ്യം, സ്വർണം മോട്ടിക്കാൻ ഒന്നാമത് കൂട്ടുനിന്നു ബോധ്യമായിട്ടുള്ള വാസുവിനെ ഇപ്പോഴും ന്യായീകരിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം മന്ത്രി തുനിഞ്ഞിറങ്ങുന്നത് എന്തിനാണെന്നാണ് CPM-ന് ബോധ്യപ്പെട്ടിട്ടുള്ളത്? മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാചകോട് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാനിപ്പോ പറഞ്ഞതാ, ഞാൻ നാളെ മുതൽ രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ 2000 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ എന്ത് ഭാഷ വെച്ച് വിളിക്കണം? നിഷ പറ. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ശബരിമല ശ്രീകോവിലെ സ്വർണം ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചതിനെ താങ്കൾ നാഷണൽ ഹെറാൾഡ് കേസുമായിട്ടാണോ CPM താരതമ്യം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ് എന്താ നിഷയ്ക്ക് മനസ്സിലാക്കുക. ഒരു കേസിൽ പ്രതിയായ ആളിനെ അയാളെ മോശമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് വാദം ഉയർത്തിയതിന്റെ മറുപടി ഞാൻ പറഞ്ഞേ. അല്ല, ഈ രണ്ട് കേസും കൂടെ ഞാൻ താരതമ്യം ചെയ്തല്ല. ദയവായി നിങ്ങൾ സമയം ചോദ്യത്തിന് മറുപടി വേണ്ടേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിഷയുടെ ഫ്ലോർ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. അല്ല, എന്നാൽ ഇടപെടാതിരിക്കും. നിങ്ങൾ കൂടി കൂടുതൽ മിടിക്കാതെ കയറി ഞാൻ ഭരിക്കാതെ എന്നെ കയറി. ഞാൻ പറയട്ടെ, അത്രയും മിടിക്കാണ്ടാക്കള്. അതിനെന്തിനാ നീ ചൂടാകുന്നത്? അവന്റെ അടുത്ത് അത്രയും മിടിക്കാണ്ട. ഞാൻ പറയുന്നത് പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്താ? വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?